ജിമ്മി ജെയിംസ്, ഇപ്പോൾ എം വി ഗോവിന്ദന്റെ പ്രതികരണം ഒരു ഉയർന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന പ്രതികരണമായിട്ടാണോ അങ്ങ് കാണുന്നത്? തെരഞ്ഞെടുപ്പിൻ്റെ കാലമാകുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തോറ്റുപോകുന്ന ആരും പറയില്ല. അപ്പോൾ ആത്മവിശ്വാസം എല്ലാവരും പ്രകടിപ്പിച്ചു തുടങ്ങുന്ന കാലമാണ്. എല്ലാവരും പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി കോൺഗ്രസിനോട് ചോദിച്ചാൽ ഇത് തന്നെ കോൺഗ്രസ് പറയും. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് NSSന്റെയും SNDPയുടെയും പിന്തുണയുടെ പശ്ചാത്തലത്തിലാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ NSSന്റെ പിന്തുണ വോട്ടായി മാറിയിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 2019 ശബരിമല വിഷയം കത്തുന്ന ശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPയുടെ വോട്ട് കൂടിയെങ്കിലും BJP ഒരിടത്ത് പോലും ജയിച്ചില്ല. 2021 അന്ന് പിന്തുണ BJPക്ക് ആണെന്ന് പ്രഖ്യാപിച്ചിരുന്നോ? എന്നാലും സർക്കാർ വിരുദ്ധമായിരുന്നു. UDFന് കിട്ടിയല്ലോ, UDFന് സീറ്റുകൾ പറയാം, അതിലേക്ക് വരാം. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതല്ല സ്ഥിതി. ഇനിയിപ്പം അതല്ല, UDFനാണ് ഇവിടെ പിന്തുണ എന്ന് വിചാരിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് NSSന്റെ പരിപൂർണ്ണ പിന്തുണ UDFനൊപ്പം തെരഞ്ഞെടുപ്പിനെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്നിട്ടോ 8 നിലയിലാണ് തോറ്റത്. 99 സീറ്റാണ് ഇടതു മുന്നണിക്ക് കിട്ടിയത്. ഇനി അത് കഴിഞ്ഞ് 2024 ആകുമ്പോൾ ശബരിമല ഒന്നും ഉണ്ടാകാതിരുന്നിട്ടും 2019 BJP വളരെ വലിയ രീതിയിൽ നില മെച്ചപ്പെടുത്തുന്നു. ഇതാണ് സാഹചര്യം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ. അതുകൊണ്ട് ശബരിമല വഴി ഒരു പ്രത്യേക മേൽക്കൈ ഉണ്ടാകും എന്ന NSSന്റെ നിലപാടോ ഒന്നും ഈ തെരഞ്ഞെടുപ്പുകളെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. 2, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണയാണ്. അത് നേരത്തെ ഇടതു മുന്നണിക്കൊപ്പമാണ്. BDJS പാർട്ടിയൊക്കെ ഉണ്ട്. പക്ഷേ പിണറായി വിജയനെ പുകഴ്ത്തുന്ന, ശബരിമല കാലത്ത് പോലും പിണറായി വിജയൻ്റെ പരിപാടികൾക്ക് പങ്കെടുക്കുന്ന, ഇടതുമുന്നണിയുടെ പരിപാടികൾക്ക് പങ്കെടുക്കുന്ന വെള്ളാപ്പള്ളിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ 2 സമുദായ നേതാക്കളുടെ പിന്തുണ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു കളയുമെന്ന് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കുകളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടത്. അത് അവർക്കും അറിയാത്ത കാര്യമല്ല. പക്ഷേ ഒരു ഒന്നിൻ്റെ കൂടെ ഒരു തള്ള് എന്നതുപോലെ നമുക്കിതൊക്കെ ഉണ്ട്, ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ് എന്ന് മാത്രമല്ല UDFന് തീരെ ഇവരുടെ ഒന്നും പിന്തുണയില്ല എന്ന് പറഞ്ഞ് ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇടതുമുന്നണി ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇനിയും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും. 2 ദിവസം മുമ്പ് ഗൾഫിൽ കൊടുത്ത അഭിമുഖത്തിൽ ഇടതുമുന്നണിയുടെ പട നയിക്കുക പിണറായി വിജയനാണെന്നും ജയിക്കുമ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും, പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെന്നും ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അത്രയും വരെ മുഖ്യമന്ത്രിയെ വരെ തീരുമാനിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത്രയും കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഈ NSSന്റെ പിന്തുണ കൊണ്ട് വോട്ട് മാറില്ല എന്നുള്ളത് സാഹചര്യങ്ങൾ കൊണ്ട് തെളിഞ്ഞിരിക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ LDF ഈ ഒരു നിലപാടിലേക്ക് പോകുന്നത്? അത് കഴിഞ്ഞ 3 തവണത്തെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പാറ്റേൺ കൊണ്ട് തന്നെ എടുത്തു നോക്കൂ. ഇപ്പോൾ 2 ജില്ല, പത്തനംതിട്ട, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ BJPക്ക് കാര്യമായി വോട്ട് കൂടിയ തെരഞ്ഞെടുപ്പാണ് 2019. നമുക്കറിയാവുന്ന കാര്യമാണ്. അന്ന് 19% നിന്ന് 29%ലേക്കാണ് BJPയുടെ വോട്ട് ഷെയർ കൂടിയത്. ജയിച്ചില്ല, അത് വേറൊരു കാര്യം. പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് മുഴുവൻ, ആ മണ്ഡലം മുഴുവൻ ലെഫ്റ്റിലേക്ക്, ഇടതുപക്ഷത്തേക്ക് തിരിയുകയാണ്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് വലിയ മേൽക്കൈ. ഇതുതന്നെയാണ് 2024 ആകുമ്പോഴോ വീണ്ടും വളരെ മോശം സ്ഥാനാർത്ഥി. സുരേന്ദ്രനെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ AK ആന്റണിയുടെ മകൻ ഒരു സ്ഥാനാർത്ഥിയേ അല്ല. എന്നിട്ടും പോളിംഗ് ശതമാനം 10% കുറഞ്ഞിട്ടും 26% വോട്ടാണ് പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ BJPയുടെ സ്ഥാനാർത്ഥി പിടിച്ചത്, അനിൽ ആന്റണി പിടിച്ചത്. അപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJPക്ക്, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDFന്, വീണ്ടും BJPക്ക്. ഇങ്ങനൊരു പാറ്റേൺ നമ്മൾ കാണുന്നുണ്ട്. എവിടെ? പത്തനംതിട്ടയിൽ. ഇതേ പാറ്റേൺ നിങ്ങൾ തിരുവനന്തപുരത്തും കാണുന്നുണ്ട്. പക്ഷേ ഇടതുമുന്നണിയെ പേടിപ്പിക്കുന്ന ഒരു കാര്യം, 2019 BJPക്ക് കിട്ടിയ പോലെയല്ല 2024 വോട്ട്. തിരുവനന്തപുരത്ത് അടപടലമാണ് വോട്ടുകൾ മാറിയത്. അത് CPMൻ്റെ കുറച്ച് വോട്ടുകൾ മാത്രമല്ല, CPMൻ്റെ കോർ വോട്ടുകളെ കൂടി അത് എടുത്തുകൊണ്ട് പോയി 4-5 മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത് വരുന്ന, 2ാം സ്ഥാനത്ത് വരുന്ന ഒരു സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. ഇതാണ് CPMനെയും ഇടതുമുന്നണിയെയും പേടിപ്പിക്കുന്ന ഒരു കാര്യം. 19 ആൻറ്റി UDF ആയിരുന്ന വോട്ടുകൾ 2021 ആകുമ്പോൾ LDFന് വോട്ട് ചെയ്യുന്നു. 2024 ആകുമ്പോൾ ആൻറ്റി UDF ആയിരുന്ന വോട്ടുകൾ വീണ്ടും BJPയിലേക്ക് പോകുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് ഒരു 4-5 മണ്ഡലം അങ്ങ് തോക്കും. പത്തനംതിട്ട തോക്കും ജില്ലയിൽ. പാലക്കാട് പ്രശ്നം ഉണ്ടാകും. അതുപോലെ തന്നെ കാസർഗോഡ് പ്രശ്നം ഉണ്ടാകും. ഇതാണ് വിഷയം. അപ്പോൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെയോ NSSൻ്റെയോ പിന്തുണയല്ല, SNDP യോഗത്തിൻ്റെയോ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെയോ പിന്തുണയല്ല. ഈഴവ നായർ വോട്ടുകളാണ് ഇവിടെ പ്രശ്നം. ഹിന്ദു വോട്ടുകളാണ് പ്രശ്നം. ഈ ഹിന്ദു വോട്ടുകൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് പോയാൽ, ഇപ്പോൾ കഴിഞ്ഞ എടുത്ത് നോക്കൂ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, ചാത്തന്നൂർ, മലമ്പുഴ, ഈ സ്ഥലങ്ങളിലെല്ലാം CPM 1ാം സ്ഥാനത്ത്, BJP 2ാം സ്ഥാനത്ത്. അതുപോലെ തന്നെ പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് അവിടെ CPM ചിത്രത്തിലില്ല. അപ്പോൾ ഈ 9 ഇടത്ത്
എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ മറിയാം. ഇതാണ് സിറ്റുവേഷൻ. 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഒരു ആൻറ്റി ഇൻകംബൻസി വേവൊക്കെ ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരുന്നതെങ്കിൽ ബി ജെ പി ഒരു 10 സീറ്റോ ജയിക്കുവാൻ സാധ്യതയൊന്നുമില്ല. പക്ഷേ അങ്ങനെ വോട്ടുകൾ മറിഞ്ഞാൽ വളരെ വലിയൊരു അപകടമാണ്. അതുകൊണ്ടാണ് CPM-ൻ്റെ ട്രഡീഷണലായിട്ടുള്ള ഹിന്ദു വോട്ടുകൾ പിടിക്കാനുള്ളൊരു വലിയ ശ്രമമാണ് ശബരിമലയിൽ നമ്മൾ കാണുന്നത്. ശബരിമലയിൽ NSS കൂടെ വന്നോ കൂടെ വന്നില്ലയോ എന്നുള്ളതല്ല യഥാർത്ഥ ചിത്രം. ശബരിമലയിൽ ഹിന്ദു വോട്ടുകൾ നമ്മൾക്ക് അനുകൂലമായി, ഹിന്ദു വോട്ടർമാർ നമുക്ക് അനുകൂലമായി നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ശബരിമലയിൽ വളരെ വലിയൊരു പാവപരിഹാരക്രിയ 2019 തുടങ്ങി വെച്ചു. 2021 അവന് കാര്യമായി മെനക്കെട്ടില്ല. പക്ഷേ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വളരെ ഗൗരവത്തോടു കൂടി ഹിന്ദു വോട്ടുകൾ വിടാൻ പറ്റില്ല എന്ന് നിലപാടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചുമ്മാ നോക്കൂ, ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദമാസ്റ്റർ വെറുതെ പറയുകയാണ്, ചുമ്മാ ഒരു ചോദ്യം പോലും ഇല്ലാതെ. അല്ലെങ്കിൽ UDF ഭരിക്കുന്നത് മുസ്ലിം ലീഗാണല്ലോ, കോൺഗ്രസ് അല്ലല്ലോ. അങ്ങനെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വിരുദ്ധ പരാമർശങ്ങൾ കാര്യമായി പറയുക. ജമാഅത്തെ ഇസ്ലാമി പണ്ട് അവരുടെ കൂടെ കൂട്ടിയതാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുക. മുസ്ലിം സമുദായ സംഘടനകളോട് അങ്ങനെ ഒരു സമസ്തയുമായിട്ടൊക്കെ ഇടയ്ക്ക് ഒരു കാലത്ത് അടുത്ത് വന്നതാണ്. ഇപ്പോൾ CPM-ൻ്റെ ഭാഗത്ത് നിന്ന് ന്യൂനപക്ഷ സമ്മേളനം നടക്കുകയാണ്, ഗാസ അനുകൂല. അവിടെ സംസ്ഥയില്ല, പണ്ട് സംസ്ഥ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് വെച്ചിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വ്യത്യസ്ത ചേരികൾ വോട്ട് ചെയ്തൊരു തിരഞ്ഞെടുപ്പാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് വോട്ട് ചെയ്തിരുന്നത് തൃശ്ശൂരിൽ മാത്രമാണെങ്കിൽ പോലും തൃശ്ശൂരിൽ മുസ്ലിങ്ങൾക്കെതിരെയാണ് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തത്. മുസ്ലിങ്ങൾ എവിടെയാണ് വോട്ട് ചെയ്തത്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥലത്താണ് വോട്ട് ചെയ്തത്. ഇങ്ങനൊരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത് ഒരു കാരണവശാലും ഹിന്ദു വോട്ടുകൾ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യം അവിടെ നിൽക്കുന്നു. ഭൂരിപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിരിക്കുന്നു. ആ സ്പ്ലിറ്റും പ്രശ്നമാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നുള്ള കാര്യത്തിൽ നമുക്ക് വീണ്ടും സംശയം വരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ വളരെ കൃത്യമായ ഹിന്ദു അപ്പീസ്മെൻ്റാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NSS അല്ല, NSS-ൻ്റെയോ SNDP-യുടെയോ സമുദായ സംഘടനയുടെയോ നേതാക്കളുടെയോ വോട്ടല്ല, ആ സമുദായത്തിലുള്ള ആളുകളുടെ വോട്ടാണ്. എങ്ങാനും BJP-യിൽ പോയ ഒരു 8 മുതൽ 10 സീറ്റുകൾ ഉടക്കിയാൽ കേരള രാഷ്ട്രീയം തന്നെ തിരിഞ്ഞു പോകും. അല്ലെങ്കിൽ അടുത്തവണ BJP അക്കൗണ്ട് തുറക്കും, BJP കൂടുതൽ സീറ്റുകൾ പിടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് 8 മുതൽ 10 വരെ എങ്ങാനും ആയിപ്പോയാൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിയാൻ പോവുകയാണ്. അതുകൊണ്ടാണ് CPM-ന് വളരെ ശക്തമായ ന്യൂനപക്ഷ വിരുദ്ധ സ്റ്റാൻഡ് നമുക്ക് തോന്നാവുന്ന, പക്ഷേ പ്രത്യക്ഷമായി മുസ്ലിം ലീഗിനെയും പരോക്ഷമായി മുസ്ലിം ലീഗിനെയും പ്രത്യക്ഷമായി ജമാഅത്ത് ഇസ്ലാമിയെയും ഒക്കെ പരസ്യമായി ഭർഷിച്ചുകൊണ്ടുള്ള ഈ നിലപാടുകൾ കാണുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, കേരളം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും കമ്മ്യൂണലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കൗണ്ട് ഡൗൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Meet the editors.